ശബരിമലയിലെ എല്ലാ മോഷണത്തിനും പിന്നിൽ പത്മകുമാറാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ്. അതോടെ പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി തെളിവെടുക്കാൻ പോകുകയാണ്. നമുക്കറിയാം, ശബരിമല എന്നതൊരു കറവപ്പശുവാണെന്നും ഒന്നിച്ചു കൂടിയാൽ വേണ്ടുവോളം മോഷ്ടിച്ച് വലിയ ധനികരാകാം എന്ന് വളരെയധികം വാശി പിടിച്ചത് പത്മകുമാർ തന്നെയാണ് എന്ന് വ്യക്തമായി വരുന്നു. എന്നാൽ ആ പണി തുടങ്ങാനുള്ള അന്വേഷണത്തിൽ അതിനു പറ്റിയ കച്ചവടക്കാരൻ ആരാണെന്ന് കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിൻ്റെ അടുത്തേക്ക് അയച്ചത് സാക്ഷാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്നും വ്യക്തമാകുന്നു. കട്ടിളപ്പാളികൾ ഇളക്കാൻ വേണ്ടി ദേവസ്വം വകുപ്പിൻ്റെ അനുമതി നൽകിയത് കടകംപള്ളി മന്ത്രിയാണെന്ന് പത്മകുമാർ പറഞ്ഞതിനപ്പുറം ഒരു തെളിവും വേണ്ട. അതിനു പുറമെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ, അതായത് ഈ കള്ളക്കച്ചവടത്തിൻ്റെ മുഴുവൻ നീക്കവും നടത്തിയ വ്യക്തിയെ തന്നെ നൽകിയത് കടകംപള്ളിയാണ് എന്നുറപ്പിക്കുമ്പോൾ ആ പോറ്റിയെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതോടെ കടകംപള്ളിയുടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകുകയും CPMന്റെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഒരു മന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യപ്പെടലേക്കോ നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ അഗ്നിപരീക്ഷ തന്നെയാണ്. ഇതുവരെ ആയതും ഇനി ആകാൻ പോകുന്നതും പത്മകുമാറിൻ്റെ മൊഴി തന്നെയാണ് നിർണായകമാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കും. പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ആ തീരുമാനം. അതോടെ മുഴുവൻ രഹസ്യങ്ങളും മുഴുവൻ പ്രതികളും പുറത്തു വരും എന്ന് SIT തന്നെ ഉറപ്പിക്കുകയാണ്. അയ്യപ്പനെ ധിക്കരിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നും ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്മകുമാർ ശുദ്ധ തട്ടിപ്പാണ് പറഞ്ഞു വരുന്നത് എന്ന് ജനങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ കള്ളൻ പത്മകുമാർ ആണെങ്കിലും ലോക കള്ളന്മാർ ഈ സംസ്ഥാനം ഭരിക്കുന്നവരിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും അധികം അലട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 38 ദിവസം വീട്ടിൽ വെച്ച ഒരു വിഗ്രഹം വിദേശത്തേക്ക് കടത്തി വിറ്റിരിക്കാം എന്നത് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് വിദേശയാത്രകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ പത്മകുമാറിൻ്റെ പാസ്പോർട്ട് തന്നെ SIT സംഘം പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിനപ്പുറം പത്മകുമാറിനെ സംശയിക്കാൻ ഒന്നുമില്ല. ഈ രാജ്യം കടന്നു പോകരുത് എന്നൊരു നേതാവിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ നേതാവ് വിദേശത്തേക്ക് പോയതിൻ്റെ ദുരുദ്ദേശമെല്ലാം കണ്ടുപിടിക്കാൻ ഇപ്പോൾ SIT തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പത്മകുമാർ നടത്തിയത് CPMനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു മോഷണം എന്ന് പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതായത് വിഗ്രഹങ്ങളും സ്വർണ്ണപാളികളും അടക്കമുള്ള പ്രധാനപ്പെട്ട സ്വർണം അത് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ്, ആ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയാണ് വിദേശത്ത് പോയത് എന്ന് SIT സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു. താൻ പ്രസിഡന്റാകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിൻ്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചന. അതും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ വലിയ വലിയ തെളിവുകൾ പുറത്തേക്ക് വരും. ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം പ്രസിഡന്റായിരുന്ന പത്മകുമാറിൻ്റേത് മാത്രമായിരുന്നുവെന്ന് അന്നത്തെ ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി എന്നാണ് സൂചന. ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസും വിജയകുമാറുമാണ് തങ്ങൾ നിരപരാധികളാണെന്നും പത്മകുമാറാണ് എല്ലാം ചെയ്തതും എന്നും മൊഴി നൽകിയത്. അപ്പോൾ പത്മകുമാർ ഒറ്റയ്ക്ക് ചെയ്യില്ല. മറ്റുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ പത്മകുമാറിന് വേണ്ടെങ്കിലും മുകളിലുള്ള മന്ത്രിയൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് SIT സംഘം എത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സിൽ എങ്ങനെയാണ് കടന്നുകൂടിയത് എന്നറിയില്ല. അപേക്ഷ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ വിശദമായി ചർച്ച നടത്തിയ ശേഷം പാളികൾ പോറ്റിക്ക് കൈമാറാമെന്ന തീരുമാനം
പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർത്ത ഒരു നിലയിലാണ് കണ്ടതെന്നും ഇരുവരും നൽകിയ മൊഴികളിൽ ആ വാദം അങ്ങനെ തുടരുന്നു. അങ്ങനെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയാതെ ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും എടുത്ത തീരുമാനമാണ് ഇതെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ബോർഡ് കൂട്ടായി എടുക്കാത്തൊരു തീരുമാനമായിരുന്നുവെങ്കിൽ അതറിഞ്ഞിട്ടും ഇവർ എന്തെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്താത്തത് ആയി കാണുന്നു. രേഖപ്പെടുത്തിയതായി ഒരു രേഖയുമില്ല. അതിനർത്ഥം കള്ളനല്ലെങ്കിലും കള്ളന് കൂട്ടുനിന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്ത പാളികൾ 38-39 ദിവസം കൈവശം വെച്ച് അതിനുശേഷം മാത്രം ചെന്നൈയിൽ എത്തിച്ചതിലും പിന്നീട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭാരം തിട്ടപ്പെടുത്താതെ സ്ഥാപിച്ചതിലും അടക്കം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ദുരൂഹമായ അലംഭാവം ഉണ്ടായതായും അന്വേഷണത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണെങ്കിലും എല്ലാം പത്മകുമാറും അതിനു മുകളിലുള്ളവരും ചേർന്ന് നടത്തിയതാണ് എന്നാണ് ബോർഡ് വ്യക്തമാക്കുന്നത്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കും മുൻപ് കഴിഞ്ഞ ദിവസം വന്ന മൊഴികളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരാണ്. എന്നാൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിനെ പറ്റി ആരും പുറത്തു പറഞ്ഞിട്ടില്ല. അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ട് പ്രകാരം മിക്കവാറും പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും അവസാനത്തേത് ഏറ്റവും അടുത്തെത്തി നിൽക്കുന്നു ഈ ഏറ്റവും വലിയ കള്ളന്മാരുടെ കാര്യത്തിൽ എന്ന് ഉറപ്പായി കഴിഞ്ഞു. എല്ലാം തുറന്നു പറയാൻ ഉദ്യോഗസ്ഥന്മാരും അതുകൊണ്ട് തന്നെ തയ്യാറായി. അവരുടെ കൂടെ തന്നെ പത്മകുമാറിന്റെ മൊഴികളുമാകുമ്പോൾ CPM കാലം കഷ്ടത്തിലായി എന്ന് തന്നെ പറയാം.